പ്രൈസ് ലോർഡ്. നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന വേദപുസ്തകം എന്തിനു വേണ്ടി എഴുതപ്പെട്ടു? ഇതിനുള്ള മറുപടി ഈ വേദപുസ്തകത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം, യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുവാൻ ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ യേശുവിനെ യഥാർത്ഥമായ ദൈവപുത്രനെന്ന് അറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ ദൈവവചനങ്ങളെ വെളിപ്പെടുത്തി തരട്ടെ. ഇതിന് ഉത്തമമായ മാതൃക നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. യേശുവിലുള്ള ആശ്രയത്താൽ ജീവനെ പ്രാപിച്ച, നന്മയെ പ്രാപിച്ച, ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ച നിരവധി വ്യക്തികളെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. അതിലെ ഒരു വ്യക്തി എന്നെ സ്വാധീനിച്ച, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ മാതൃകയാക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത് യേശുവിൻ്റെ അമ്മ മറിയയാണ്. മറിയ ദേവദൂതൻ ദൈവത്തിൻ്റെ ഹിതം തന്നോട് അറിയിച്ചപ്പോൾ തൻ്റെ സാഹചര്യങ്ങൾ നോക്കാതെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഉത്തമമായ ഒരു മാതൃകയാണ്. നമ്മൾ ഏത് സാഹചര്യത്തിലേക്ക് കടന്നു പോയാലും ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ വചനം എന്നിൽ നിറവേറണമെന്നുള്ളൊരു ആഗ്രഹം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം. അത് മാതാവിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന, ആ മാതൃക പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്വർഗത്തിലെ ഹിതം ഭൂമിയിലും വരണമേ. അങ്ങനെ സ്വർഗത്തിൻ്റെ ഹിതമാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഈ തിരുവെഴുത്തുകൾ. കർത്താവായ യേശു ക്രിസ്തു, ആ യേശു പറയുന്നത്, ഈ വചനം പറയുന്നത് നാം സ്വീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ഹിതം ഭൂമിയിൽ വരുവാൻ ഇടയായിട്ട് തീരും. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ദിവസം മറ്റൊരു മാതൃക, മാതാവിൻ്റെ മറ്റൊരു മാതൃകയുമായി നിങ്ങളുടെ മുമ്പിൽ വരും. അതുവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരും സൂക്ഷിക്കട്ടെ. ഈ നല്ല മാതൃക പിന്തുടരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.